ടീച്ചർ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പ്ലാന്റ് കിങ്ഡം ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചപ്പോൾ ആർ.എച്ച്. വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള 2 കിങ്ഡം ആയിരുന്നു പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് അതിനെക്കുറിച്ച് ഒരു ചാപ്റ്റർ തന്നെ ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ, ഇനി തുടർന്നുള്ള ക്ലാസ്സിലും നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ് കിങ്ഡത്തിനെ കുറിച്ചിട്ടാണ്. ബോട്ടണി പഠിക്കുന്ന ഏതൊരു കുട്ടികളുടെയും ബേസിക് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ് കിങ്ഡത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ജനറൽ ക്യാരക്ടേഴ്സ് ഒക്കെ നിങ്ങൾക്കറിയാം. പ്ലാന്റ്സ് ഉൾപ്പെടുന്ന ഒരു കിങ്ഡമാണ് പ്ലാന്റ് കിങ്ഡം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുമിച്ച് നമുക്ക് പഠിക്കുക എന്ന് പറയുന്നത് അത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാന്റ്സിനെ ഗ്രൂപ്പാക്കി നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് പ്ലാന്റ്സുകളുണ്ട്. നമ്മൾ കാണുന്ന ഹയർ പ്ലാന്റ്സുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു സ്മോൾ ചെറിയ ചെറിയ പ്ലാന്റ്സുകളുണ്ട് അല്ലേ. നമ്മുടെ ചുമരുകളിലൊക്കെ ഇരിക്കുന്ന പായലുകളും, അതുപോലെ പാടത്തും പറമ്പിലൊക്കെ കാണുന്ന കുഞ്ഞു കുഞ്ഞു ചെടികളും, അതുപോലെ എന്താ പറയുക, നമ്മൾ കടലിലും പുഴയിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ അക്വാറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ എല്ലാത്തിനും കൂടെ ഒരുമിച്ച് പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല എന്ന് ടീച്ചർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടാണ് നമ്മൾ പഠിക്കുക. തരം തിരിച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ചിട്ടായാലും അനിമൽസിനെ കുറിച്ചിട്ടായാലും പഠിക്കുക. അനിമൽസിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ, ഫൈലങ്ങളും അതിനെ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിനും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആദ്യം എങ്ങനെയായിരുന്നു ക്ലാസിഫിക്കേഷൻ, അതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഹിസ്റ്ററി പഠിക്കാനുണ്ട്. അപ്പോൾ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്തേത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം, രണ്ടാമത്തേത് നാച്ചുറൽ സിസ്റ്റം, മൂന്നാമത്തേത് ഫൈലോജനറ്റിക് സിസ്റ്റം. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസിലാണ് പ്ലാന്റ്സിനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത് കാൾ ലിനേയസ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് ആണ്. കാൾ ലിനേയസ് ഏർലിയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്, വളരെ പഴയതായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. They were based on vegetative characters or superficial morphological characters. അതായത് ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനെയാണ്. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റെമ്മിൻ്റെ സ്ട്രക്ചർ, ലീഫിൻ്റെ സ്ട്രക്ചർ, കളറ്, അതിനൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ നടന്നിട്ടുള്ളത്. ഓർ സൂപ്പർഫിഷ്യൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് പറയാം. പൂവിൻ്റെ കളർ എങ്ങനെയാണ്, പൂവിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ലീഫിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, പുറമേ നോക്കുമ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, കളർ എങ്ങനെയാണ്, അതൊക്കെയാണ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിൽ പെടുന്നത്. സച്ച് ആസ് ഹാബിറ്റ്. ഹാബിറ്റ് എന്ന് പറയുമ്പോൾ അവരെവിടെയാണ് വളരുന്നത്, അതിനാണ് നമ്മൾ ഹാബിറ്റ് എന്ന് പറയുന്നത്. ദെൻ കളറ്, നമ്പർ ആൻഡ് ഷേപ്പ് ഓഫ് ലീഫ് അല്ലേ. ഈ ലീഫിൻ്റെ നമ്പർ 10 ഉണ്ട്, ഇതിൻ്റെയും 10 ഉണ്ട്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, കുറച്ച് ഓവേറ്റ് ആയിട്ടുള്ള ഷേപ്പാണ്, ഓവൽ ഷേപ്പാണ്. അപ്പോൾ ഇതൊരു ഗ്രൂപ്പാണ്. അങ്ങനെയൊക്കെയാണ് ഇതിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് സെയിം കളർ ഉള്ളതൊക്കെ ഒരു ഗ്രൂപ്പ്, സെയിം ഷേപ്പ് ഉള്ളത് ഒരു ഗ്രൂപ്പ്. അങ്ങനത്തെ ഒരു വളരെ പ്രാചീനമായിട്ടുള്ളൊരു, വളരെ പഴയതായിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏർലിയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. Linnaeus artificial system of classification was based on the Andrecian structure. അദ്ദേഹം അതുപോലെ തന്നെ ആൻഡ്രീഷ്യത്തിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ട്, ആൻഡ്രീഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. അതായത് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, പൊളൻ ഗ്രെയിൻസ് ഒക്കെ കാണുന്ന ഹിബിസ്കിസിൻ്റെ ഒക്കെ സ്ട്രക്ചറിൽ, ചെമ്പരത്തിയുടെ സ്ട്രക്ചറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ എണ്ണം എങ്ങനെയാണ്, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, അത് കുറേ ടൈപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ പഠിക്കും ഇനി വരുന്ന ക്ലാസ്സുകളിൽ. അപ്പോൾ അതിനെയൊക്കെ നോക്കിയിട്ട് ആൻഡ്രീഷ്യത്തിൻ്റെ നമ്പർ എങ്ങനെയാണ്, അതിൻ്റെ ആൻഡ്രീഷ്യത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതൊക്കെ നോക്കിയിട്ടുമാണ് ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള, പുറമേന്ന് കാണുമ്പോൾ എങ്ങനെയാണ് ഒരു പ്ലാന്റ് ഇരിക്കുക, അതിൻ്റെ ബേസിലാണ് ഇദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഡ്രോബാക്സ്. എന്തൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ഡ്രോബാക്സ് എന്നുള്ളത്? ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ പോരായ്മകൾ. They separated the closely related species since they were based on a few characters. അതായത് നമുക്കറിയാം ഇവിടെ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ അനാലിസിസ് നടത്തുന്നുള്ളൂ. കുറച്ച് ക്യാരക്ടേഴ്സിനെ കുറിച്ച് മാത്രമേ പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രം. ചിലപ്പോൾ ഇന്റേണലി ആ ക്യാരക്ടേഴ്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷെ പുറത്തു നിന്ന് നോക്കുമ്പോൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തു, അവരെ ഡിഫറെൻറ്റ് ഗ്രൂപ്പിലേക്ക് വെക്കും. അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഇന്റേണൽ ക്യാരക്ടേഴ്സും കൂടെ നോക്കിയിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ എപ്പോഴും ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ
they separated the closely related species. ചിലപ്പോൾ അവർ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിനെയൊക്കെ ഈ ഒരു കാരണം കൊണ്ട് മോർഫോളജി മാത്രം നോക്കി വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് മാത്രം നോക്കി ചെയ്യുമ്പോൾ അതിനെ വേറെ വേറെ ഗ്രൂപ്പിലായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. Equal weightage to vegetative and sexual characters. This is not acceptable. ഒരിക്കലും നമ്മൾ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനും സെക്ഷൽ ക്യാരക്ടേഴ്സിനും ഈക്വൽ വെയിറ്റേജ് കൊടുക്കാൻ പാടില്ല. ഒന്നെങ്കിൽ നമ്മൾ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുക, സെക്ഷൽ ക്യാരക്ടേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അത് സെയിം ആയി വന്നു കഴിഞ്ഞാൽ ഏകദേശം മിക്ക പ്ലാന്റ്സിലും അത് ഏകദേശം സിമിലർ ആയിട്ട് വരാറുണ്ട്. പക്ഷേ വെജിറ്റേറ്റീവും സെക്ഷലും കൂടെ നോക്കുമ്പോൾ ഒരിക്കലും ആ രണ്ട് ക്യാരക്ടേഴ്സും സിമിലർ ആയിട്ട് വരില്ല. അപ്പോൾ അവരെ വേറെ വേറെ ഗ്രൂപ്പിൽ വെക്കും. അപ്പം അങ്ങനെ കുറേ മിസ്റ്റേക്കുകൾ ഈ ഒരു system of classification ഉണ്ട്. This is not acceptable since the vegetative characters are more easily affected by the environment. നമുക്കറിയാം എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നല്ല തണുപ്പുള്ളൊരു സ്ഥലത്ത് ഒരു പ്ലാന്റ് നിൽക്കുക. ഈ സെയിം പ്ലാന്റ് തന്നെ നല്ല ഹോട്ട് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ അതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സിന് വ്യത്യാസങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. കളറായാലും ഷേപ്പായാലും അത് എൻവയോൺമെൻറ്റിനനുസരിച്ച് ചേഞ്ച് ആവും. സോ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റും, ഇല്ല എന്നല്ല. പക്ഷേ സെക്ഷൽ ക്യാരക്ടേഴ്സിനേക്കാളും ഇമ്പോർട്ടൻസ് ഒരിക്കലും വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിന് കൊടുക്കാൻ പാടില്ല. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് നോക്കിയിട്ട് മാത്രം നമുക്ക് ഒരു പ്ലാന്റിനെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആയിരുന്നു. കാരണം എൻവയോൺമെൻറ്റിനനുസരിച്ച് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് മാറാം അല്ലേ. പ്രകൃതിക്കനുസരിച്ച് പുറമേ കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും ചിലതിന് മുള്ളുകൾ ഉണ്ടായിരിക്കും, ചില സ്ഥലത്ത് കാണുന്നതിന് മുള്ളുകൾ ഉണ്ടാവില്ല. അപ്പം അത് രണ്ടും വേറെ വേറെ പ്ലാന്റ്സ് ആണെന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമില്ല. അത് രണ്ടും ഒരേ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ അതിൻ്റെ എൻവയോൺമെൻറ്റിൻ്റെ ഫാക്ടേഴ്സ് കാരണമാണ് അത് അവിടെ മുള്ളുകൾ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായോ? അതുപോലെ കളർ മാറ്റം സംഭവിച്ചിട്ടുള്ളതൊക്കെ എൻവയോൺമെൻറ്റിനനുസരിച്ച് ആയിരിക്കും. അപ്പോൾ ഇത് മാത്രം ബേസിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് കുറച്ച് പോരായ്മകളുണ്ട്, അതിന് ഡ്രോബാക്സ് ഉണ്ടെന്ന് പറയുന്നത്. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ദീസ് ആർ ബേസ്ഡ് ഓൺ നാച്ചുറൽ അഫിനിറ്റീസ് എമംഗ് ഓർഗാനിസംസ്. ഇതിൽ മെയിനായിട്ട് നോക്കുന്നത് ഇന്റേണൽ ക്യാരക്ടേഴ്സിനെയും എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിനെയും, അതായത് പുറമേ ഉള്ള ക്യാരക്ടേഴ്സിനെയും നോക്കും, ഇവര് ഉള്ളിലുള്ള ക്യാരക്ടേഴ്സിനെയും നോക്കും. ഇത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റും നല്ല ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നത് കമ്പയർഡ് വിത്ത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ബിക്കോസ് ഇവിടെ നമ്മൾ ഇറ്റ് കൺസിഡേഴ്സ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആൻഡ് ഇന്റേണൽ ഫീച്ചേഴ്സ്. ഇതിൽ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെയും ഇന്റേണൽ ഫീച്ചേഴ്സിനെയും നമ്മൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അൾട്രാ സ്ട്രക്ചർ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ സെല്ലിൻ്റെ ഒക്കെ സ്ട്രക്ചർ. അനാട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്റേണൽ സ്ട്രക്ചർ. നമ്മളൊരു പ്ലാന്റ് എടുത്ത് അതിൻ്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മിൽ നിന്ന് ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് സെല്ലുകളൊക്കെ കാണാം അല്ലേ. അപ്പോൾ അനാട്ടമി ഒക്കെ നോക്കിയിട്ട് വേണം ഒരു പ്ലാന്റിനെ എപ്പോഴും ക്ലാസിഫൈ ചെയ്യാനായിട്ട്. നമുക്ക് രണ്ട് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്, ഇത് രണ്ടും സെയിം ഗ്രൂപ്പാണോ എന്ന് നോക്കണമെങ്കിൽ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് പുറത്തെ കളറും ഷേപ്പും മാത്രം നോക്കിക്കൊണ്ട് കാര്യമില്ല, നമ്മൾ എന്തും കൂടെ നോക്കണം, പ്ലാന്റിൻ്റെ അനാട്ടമി ഒക്കെ നോക്കണം. അതിൻ്റെ സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുക. ദെൻ എംബ്രിയോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എംബ്രിയോനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക. ഈ ഒരു പ്ലാന്റിൻ്റെയും ആ ഒരു പ്ലാന്റിൻ്റെയും, രണ്ട് പ്ലാന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടിൻ്റെയും എംബ്രിയോ എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. ഇത് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് സെയിം ആൾക്കാരാണ്, സെയിം ഗ്രൂപ്പാണെന്ന് പറയാം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് സെയിം, അത് സെയിം അല്ലെങ്കിൽ നമുക്കത് എൻറ്റയർലി ഡിഫറെൻറ്റ് ഗ്രൂപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് എടുത്ത് പഠിച്ചിട്ട് വേണം ഒരു പ്ലാന്റിനെ ക്ലാസിഫൈ ചെയ്യാൻ. അല്ലാതെ കാൾ ലിനേഴ്സ് പറയുന്നത് പോലെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സും സെക്ഷൽ ക്യാരക്ടേഴ്സും മാത്രം എടുത്തിട്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. ദെൻ ഫൈറ്റോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൽ എന്തൊക്കെ കെമിക്കൽസ് ഉണ്ട്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആ പ്ലാന്റിനെ ഉണ്ടാക്കാനായിട്ട്, അതിൽ കുറേ അധികം എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ സ്റ്റഡി ചെയ്യണം. എക്സാമ്പിൾ ക്ലാസിഫിക്കേഷൻ ഫോർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഗിവൺ ബൈ ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൾട്ടൺ ഹുക്കർ. ബെന്തം ആൻഡ് ഹുക്കർ ക്ലാസിഫിക്കേഷൻ എന്നും ഇതിനെ പറയാറുണ്ട്. ഇതാണ് ഈ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബെന്തം ആൻഡ് ഹുക്കറിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അവരാണ് ഇങ്ങനെ ഒരു നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനൊരു പ്രൂഫ് കൊടുത്തത്. അവരുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ മാത്രമാണ് അവർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫ്ലവർ ചെയ്യാത്ത കുറേ പ്ലാന്റ്സുകളുണ്ട്, അതിനൊന്നും ക്ലാസിഫൈ ചെയ്തില്ല. പക്ഷെ ബെന്തം ആൻഡ് ഹുക്കറിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഫോർ ദിസ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ.
ദെൻ നമ്മൾ മൂന്നാമത് പറഞ്ഞ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലേ. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, മൂന്നാമത്തത് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. അപ്പോൾ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നുമില്ല, അതിൽ മെയിൻ ആയിട്ട് നോക്കുന്നത് ഇവല്യൂഷൻ, എങ്ങനെയാണ് ഒരു പ്ലാന്റ് ഇവല്യൂഷൻ പരിണാമം നടന്നു വന്നത്. അപ്പോൾ ഇപ്പം നമുക്കറിയാം മങ്കിയിൽ നിന്നാണ് ഹ്യൂമൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മങ്കി, അതുപോലെ വരുന്ന കുറേ അതിൻ്റെ ഇടയിൽ വരുന്ന ഓരോ ഗ്രൂപ്പ് അല്ലേ, മങ്കി ആയിക്കോട്ടെ, അതിൻ്റെ ഇടയിൽ വരുന്ന നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കുറേ ഗ്രൂപ്പ് ഓഫ് അനിമൽസ് അല്ലേ, അതിലെല്ലാതും നമ്മുടെ അതുപോലെ ചിമ്പാൻസി. അപ്പോൾ അവരൊക്കെ ഒരു ഗ്രൂപ്പിലാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവരുടെയൊക്കെ ആൻസിസ്റ്റർ മങ്കി ആയിരുന്നു അല്ലെ, ഒരാളായിരുന്നു, ഒരൊറ്റ ആൻസിസ്റ്ററിൽ നിന്നാണ് ഉണ്ടായി വന്നേ എന്നാണ് നമ്മൾ ഇവല്യൂഷണറി തിയറിയിലും പരിണാമ സിദ്ധാന്തത്തിലൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവല്യൂഷൻ നോക്കിയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദീസ് ആർ ബേസ്ഡ് ഓൺ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് എമംഗ് ദ ഓർഗാനിസംസ്. ഓർഗാനിസംസിന്റെ ഇടയിലുള്ള ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് നോക്കിയിട്ടാണ് ഇവിടെ നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. This assumes that organisms in the same taxa have a common ancestor. അപ്പോൾ ഇതിൽ പറയുന്നത് ടാക്സ എന്ന് പറയുന്നത് ഗ്രൂപ്പ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇതിൽ ഒരേ ടാക്സയിൽ വരുന്ന ഒരേ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസത്തിന് ഒരൊറ്റ ആൻസിസ്റ്റർ, ഒരൊറ്റ പൂർവികരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെല്ലാവരും ഒരൊറ്റ ഗ്രൂപ്പായിട്ട് പ്രഖ്യാപിക്കും. ഇപ്പോൾ ചില പ്ലാന്റ്സ് ഉണ്ടായി വരുന്നത് ഈ ഇവല്യൂഷൻ സംഭവിച്ചിട്ട് ഇങ്ങനെ മാറി മാറി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായി, അടുത്ത ഗ്രൂപ്പ് ഉണ്ടായി. അപ്പോൾ ഇവരെല്ലാവരെയും നമ്മൾ ഒരുമിച്ചൊരൊറ്റ ടാക്സി ആയിട്ടാണ് പറയുക. ബിക്കോസ് എന്തുകൊണ്ടാണ്? അവരുടെ ആൻസിസ്റ്റർ സെയിം ആയതുകൊണ്ട്. അപ്പം ഇതിലൊന്നുമില്ല, നിങ്ങൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലിപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ അവരുടെയൊക്കെ ഒരു സെയിം ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് സെയിം ആൻസിസ്റ്റർ ആയിരിക്കും. അപ്പോൾ ആൻസിസ്റ്റർ എങ്ങനെയാണ്, ഏതാണ് ആൻസിസ്റ്റർ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ 3 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ഉണ്ടായിരുന്നു പറഞ്ഞു. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, ദെൻ പിന്നെ ഏതാണ്, അത് കാൾ ലിനേയസിൻ്റെയാണ്. നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അത് ബെന്തമൻ ഹുക്കറിൻ്റെയാണ്. പിന്നെ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ ബെന്തമൻ ഹുക്കറിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കേസിൽ. അതുപോലെ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഇന്നുണ്ട്. ഇന്നിപ്പോൾ APG സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫൈലോജനീനെ നോക്കിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇന്ന് അത്രയും ഫോളോ ചെയ്യുന്നില്ല, ബിക്കോസ് അതിൽ കുറേ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ട് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് കുറച്ച് ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഫീൽഡുകളുണ്ട്. ടാക്സോണമി എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ ടാക്സോണമിയുടെ കുറച്ച് ബ്രാഞ്ചുകളാണ് ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി, കീമോ ടാക്സോണമി ഒക്കെ. അപ്പോൾ ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒബ്സർവബിൾ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവബിൾ ക്യാരക്ടർ. ഇപ്പോൾ സ്റ്റെമ്മിൻ്റെ സ്ട്രക്ചർ, ലീഫിൻ്റെ സ്ട്രക്ചർ, അതുപോലെ അനാറ്റമിക്കൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അങ്ങനെ പല ഒരു 100 ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. അപ്പോൾ കമ്പ്യൂട്ടറിൽ അത് പ്രസൻ്റ് ആണോ, ഒരു പ്ലാന്റിൽ അത് പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്നൊക്കെ നമ്മൾ പ്ലസും മൈനസും വെച്ചിട്ടുള്ള കോഡ് വെച്ച് ഡിനോട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന പ്ലാന്റ്സിന് സെയിം ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, അതില്ല എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് കമ്പ്യൂട്ടറാണ് നമുക്ക് ഫുള്ളി അനാലിസ് ചെയ്ത് തരുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. Numbers and codes are assigned to all the characters and the data are processed. അപ്പോൾ നമ്മളിവിടെ നമ്പേഴ്സും കോഡ്സും ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ന്യൂമറിക്കൽ ടാക്സോണമി ഇതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. Thus 100 of characters can be equally considered. അപ്പോൾ ഇവിടെ 100 of characters നമുക്ക് ഒരേ സമയം ഈക്വലി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മളിവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ദെൻ സൈറ്റോ ടാക്സോണമി എന്ന് പറയുമ്പോൾ സൈറ്റോ എന്ന് പറയുമ്പോൾ സെല്ലിൻ്റെ ഉള്ളിലത്തെ ഓർഗനൽസിൻ്റെ ഒക്കെ അനാലിസിസ് ആണ് വരുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻസ് ലൈക്ക് ക്രോമസോം നമ്പർ, സ്ട്രക്ചർ, ബിഹേവിയർ എക്സെട്ര. ക്രോമസോം ഒക്കെ സെല്ലിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരാണ് അല്ലേ, അതിൻ്റെ സൈസ് എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. അപ്പോൾ എല്ലാ പ്ലാന്റ്സിൻ്റെയും ആ ക്യാരക്ടേഴ്സ് നോക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസും നമ്മൾ എടുക്കും. Then cytotaxonomy, it uses the chemical constituent of the plant. Chemical constituents ഏതൊക്കെ കെമിക്കൽ കോൺസ്റ്റുവൻ്റ് ആണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇതിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അതായത് ഓരോ പ്ലാന്റ്സിലുള്ള കെമിക്കൽസ് ഏതൊക്കെയാണെന്ന് അനാലിസിസ് ചെയ്തിട്ടാണ് അവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ടാക്സോണമിയിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ്. ഇതിൻ്റെ ഒക്കെ അനാലിസിസ് ചെയ്ത് കിട്ടുന്ന ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫീൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടണി. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ വളരുന്നതിനനുസരിച്ചിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളിന്ന് പല ഇൻഫർമേഷൻസും കളക്ട് ചെയ്തിട്ട് കൃത്യമായ രീതിയിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ ബ്രാഞ്ചസിൽ നിന്നൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും ഒരു പ്ലാന്റിനെ കുറിച്ചിട്ട്. അതായത് എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ്, ഒബ്സർവബിൾ ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും, സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻ, അതുപോലെ കെമിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു പ്ലാന്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്.